ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കർക്കിടകം 1 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അന്ന് നല്ല മഴയായിരുന്നില്ലേ രാവിലെ മുതൽ. രാവിലെ അമ്പലത്തേക്കൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അമ്പലത്തേക്ക് പോകുമ്പോൾ ഫോണൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. അങ്ങനെ മഴയായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഈ റോഡ് മുഴുവൻ വഴുക്കി വീഴുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടോ. വീണിട്ടില്ല, പക്ഷേ നടക്കാനൊന്നും പറ്റാത്തൊരു അവസ്ഥ അങ്ങനെയായിരുന്നില്ല. കുറേ ദിവസമായിട്ട് ഇപ്പം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഫോണൊന്നും എടുത്തില്ല കേട്ടോ ആ സമയത്ത്. പിന്നെ മഴ തോർന്നൊരു സമയത്ത് ഇങ്ങനെ ഫോണിലിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കനാലിൽ മഴ പെയ്ത വെള്ളം അത്യാവശ്യം ഉണ്ടാകുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നല്ലോണം പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ മഴയല്ലേ. പിന്നെ ഇത് വഴിയുടെ ആ ഭാഗത്തുള്ളതാണ് കേട്ടോ. ചേമ്പിൽ ഇങ്ങനെ മഴത്തുള്ളി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ മഴത്തുള്ളി ചേമ്പിൻ്റെ ഇലയിൽ മഴത്തുള്ളിയല്ല വെള്ളം ഇങ്ങനെ ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഇങ്ങനെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഇങ്ങനെ കളിച്ചതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ നൊസ്റ്റൊക്കെ അടിച്ച് നിന്നു കേട്ടോ. പിന്നെ ഇത് അങ്കലവാടിയുടെ അവിടെയുള്ള അടയ്ക്കാപ്പഴന്മാരാണ് കേട്ടോ. അതിൽ നിറയെ അടയ്ക്കാപ്പഴം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അത്യാവശ്യം പഴുക്കാനൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ വന്ന് പറിക്കാറുണ്ട് കേട്ടോ. എനിക്കത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പല്ലുവേദന എടുക്കും കേട്ടോ. പല്ലിൻ്റെ ഇടയിൽ അതിൻ്റെ ആ കുരുവൊക്കെ ചെന്ന് നിന്ന പല്ലുവേദന വരും. എനിക്ക് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പല്ലുവേദന വരും. പിന്നെ ഇതാ വഴിയിൽ കുറേ തുമ്പ ഒക്കെ ഉണ്ട് കേട്ടോ. തുമ്പ കുറേ ഉണ്ട് കേട്ടോ വഴിയുടെ സൈഡിൽ കൂടെ ഒക്കെ ആയിട്ട് കുറേ തുമ്പ ഉണ്ട്. എല്ലാ ഔഷധ സസ്യങ്ങളും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു വഴിയിൽ കേട്ടോ. ഇത് പിന്നെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൽ ഇതാ ഈ ഒരു പൂവ് ഇനി ഓണമൊക്കെ ആയില്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ ഈ പൂവ് ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നു പോയിട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചായ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ചായ മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് പോയി. പിന്നെ വന്നിട്ടാണ് കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും ഗ്യാസ് ഇല്ലല്ലോ, അടുപ്പിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കുട്ടി ദോശകളാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ രാവിലെ പോയിട്ടുണ്ട്, രാവിലെ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഇല്ലാത്തൊരു ദിവസം കൂടിയാണ് കേട്ടോ. കറണ്ട് രാവിലെ പോയതാണ്. ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ കറണ്ട് വന്നിട്ടുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ പഴയ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കണത്. ഞാൻ ആ വെള്ളപ്പൊക്കെ ഉണ്ടാക്കണ ആ ഒരു ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കണത്. അതിൽ അതേ ഉള്ളൂ ഇപ്പോൾ അടുപ്പിൽ വെക്കാൻ പറ്റും. മറ്റേത് പിന്നെ ഗ്യാസിൽ വെക്കല്ലേ. അപ്പോൾ അതിൽ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ കുട്ടികൾ അടുക്കളയിലുണ്ട് കേട്ടോ. അവർക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. പിന്നെ ദോശ ഉണ്ടാക്കിയെടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ വേഗം അതിക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ചട്നി എന്തായാലും അരക്കില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ഒരു വഴറ്റിയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന് എഴുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. മഴ രാവിലെ തുടങ്ങിയിട്ടുള്ള മഴ പിന്നെ ഒന്ന് തോർന്നിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു കേട്ടോ. പിന്നെ അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ല മഴ പെയ്തു. പിന്നെ അങ്ങോട്ട് മഴ തന്നെയായിരുന്നു കേട്ടോ. വൈകുന്നേരം വരെയും മഴയായിരുന്നു. പിന്നെ രാത്രിയിലാണ് ഒരു തോർച്ചയൊക്കെ ഉണ്ടായത്. കറണ്ടും ഉണ്ടാകുന്നില്ല. മഴ ഗംഭീരമായിട്ട് പുറത്തിങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഇതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഈ സവാളയും ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്, അതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇട്ട് കൊടുക്കണേ. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു കറി ഞങ്ങൾക്ക് മാത്രമായിട്ട്. ഏട്ടൻ കഴിച്ച് വരില്ല കേട്ടോ. ഏട്ടൻ രാവിലെ നേരത്തെ ചായയൊക്കെ കുടിച്ചിട്ട് പോയതാണ്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വരില്ല, അവർ പണിയെടുക്കണം അവിടെ നിന്നാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ കുട്ടികളെന്തായാലും ഇതാ കുറേ നേരമായിട്ടും പറയാൻ തുടങ്ങിയിട്ട് ചായ വേണം എന്തെങ്കിലും കഴിക്കാൻ താന്നു. പിന്നെ അങ്ങനെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താണുള്ളത് കഴിക്കാൻ എന്താണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കും. അപ്പം വേഗം ആക്കാമെന്ന് കരുതി. അപ്പോൾ ഇപ്പം മഴയാവുകൊണ്ട് റോഡിൽ കൂടെ ഒന്നും നടക്കാൻ വേണ്ടിയിട്ട് തന്നെ പറ്റണില്ല കേട്ടോ. ഞാനിവിടുന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ നല്ല റോഡിൽ കൂടെയൊക്കെ നല്ല വഴുക്കലാണ് കേട്ടോ. പലതവണ വീഴാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ പോയി ഞാൻ കനാലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെയൊക്കെ പോയി. പിന്നെ വീട്ടിൽ കുറേ ഞാൻ കരുതി വീണ് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരും എന്നൊക്കെ കരുതി.
അങ്ങനെ വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോയി തൊഴുത് പോന്നു. ആ അമ്പലത്തിൽ തൊഴുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. കുടയൊക്കെ എന്തായാലും കൊണ്ടുപോയിരുന്നു. അപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ അമ്പലത്തിൽ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ തൊഴുത് പോന്നു. 1-ാം തീയതി എന്തായാലും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊഴുത് രാവിലേക്ക് ഒന്ന് തൊഴുത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നല്ല ഉഷാറാണ്. നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ അന്നത്തെ ഒരു ദിവസം ഫുൾ എനർജി ആയിരിക്കും കേട്ടോ. പക്ഷെ എന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റാറുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ കറിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് ആദ്യം കൊടുക്കട്ടെ. പിന്നെ ചായ ഒന്ന് ചൂടാക്കിയിട്ട് കുടിക്കണം. എനിക്ക് ആദ്യം ഒന്ന് ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ചായ ചൂടില്ലാതെ എന്തായാലും തണുത്ത ചായ ഒന്നും ഞാൻ കുടിക്കില്ല. എനിക്ക് ചായ ചൂട് വേണം. അപ്പോൾ ഇതിറക്കി വെച്ചിട്ടൊന്ന് ചൂട് ചായ കുടിച്ചിട്ട് വേണം പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഞാനും ചായ കുടിക്കുന്നുള്ളൂ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ചായ കൊടുത്തു. അങ്ങനെ അവർ രണ്ടാളും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗംഭീര മഴ ആയിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ നമ്മൾ മരമൊക്കെ വെട്ടിയിട്ട ചില്ലകളൊക്കെ അവിടെ ഒരു സൈഡിലേക്കായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതൊന്നും നേരെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴ പെയ്ത് പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും പിന്നെ ചോറൊക്കെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കറി അത് കഴിഞ്ഞിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള മത്തനും കുമ്പളങ്ങി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ചോറ് വേഗമായിട്ടോ. റേഷൻ കടയത്തെ അരിയായിരുന്നു. അപ്പോൾ അത് വേഗമായി. പിന്നെ കറിക്കുള്ളത് ഞാൻ ചട്ടിയിലാക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. തേങ്ങ എന്തായാലും അരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, കറണ്ടില്ലല്ലോ. അപ്പോൾ ചോറ് ഒന്ന് ഊറ്റി ഓട്ടപാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെന്തപ്പോൾ. പിന്നെ കറി അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറുപഴം ഉണ്ടായിരുന്നു കേട്ടോ, പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കഴിച്ചുകൊണ്ട് അത് കുട്ടികൾ പകുതിയിലേറെ കഴിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം അതിൽ നിന്ന് എടുത്തിട്ട് ഞാനും കഴിച്ചു. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടൻ എന്തായാലും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പുറത്ത് നല്ല മഴയല്ലേ, അപ്പോൾ ഉള്ളിൽ നല്ല ഉറക്കത്തിലാണ്. കറി എന്തായാലും ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കിയുള്ള ഉപ്പേരിക്കുള്ള വഴുതനങ്ങ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് വേഗം അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങയും മത്തനും അല്ലേ കറി, അതിക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അവിടെ കിടന്ന് തിളച്ചായിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം അവിടെ അടുക്കളയിൽ തീരെ വെളിച്ചം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഈ ഒരു കൊലയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ടേബിളുമ്മ നിന്നിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കനത്തിൽ തന്നെയുണ്ടോ അരിഞ്ഞെടുക്കണേ. അപ്പോൾ വഴുതനങ്ങ ഉപ്പേരിക്കല്ലേ, എനിക്ക് ഈ ഒരു ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വഴുതനങ്ങ ഉപ്പേരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ കറി ആയിക്കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് കറിക്ക് ഒന്ന് വറുത്തിട്ടുണ്ട് കേട്ടോ. അതിക്ക് കുറച്ച് സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വറുത്തിടുകയാണ് കേട്ടോ. കറിയൊന്ന് വറുത്തിടുകയാണ്. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്രയൊരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും കറി ആയിക്കഴിഞ്ഞാൽ പിന്നെ വേഗം ഉപ്പേരിക്കുള്ളതും വെക്കണം. വഴുതനങ്ങ ഉപ്പേരിക്കുള്ളതും വേഗം വെക്കണം. പിന്നെ അടിക്കൽ തുളയ്ക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. മുറ്റം അങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം ചെറിയുള്ളിയൊക്കെ എടുത്തിട്ട് കറിവേപ്പിലയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് വഴുതനങ്ങ ഉപ്പേരി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. പച്ചമുളകും ഉണക്കമുളകും ഒന്നും ഇല്ല കേട്ടോ, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതിക്ക് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ അതൊന്ന് നന്നായി വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിക്ക് വഴുതനങ്ങ അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വഴുതനങ്ങ വെന്ത് കിട്ടാൻ പിന്നെ അധികം സമയമൊന്നും വേണ്ടല്ലോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അനുവിന് കൊച്ചു ടി വി ഒന്നും കണ്ടിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കൊച്ചു ടി വി പിന്നെ സോണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട്, അതിൽ കുറച്ച് കാർട്ടൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ കണ്ടിരിക്കും കേട്ടോ. അവൾ രാവിലെ സ്കൂളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവളത് രാവിലെ എണീറ്റാൽ തന്നെ കൊണ്ട് വെച്ച് വയ്ക്കും. പിന്നെ അതിങ്ങനെ ഇരുന്ന് കാണും. ചിലപ്പോൾ എവിടെയെങ്കിലും പോയി കളിക്കാവും. അത് എന്നാലും അതിൻ്റെ ശബ്ദമെങ്കിലും ഇങ്ങനെ കേൾക്കണം കേട്ടോ അവൾക്ക്. അപ്പോൾ ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ ഉള്ളിങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. പുറത്ത് മഴ ഒരു രക്ഷയില്ലാതെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ പിന്നെ ഒരു മടിയൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് തണുപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിർത്താതെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ അടുക്കളയത്തെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെയുള്ള ക്ലീനിങ് പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോണിൽ ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണേ. അങ്ങനെ അത് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇവിടെ കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വന്ന ഇതാണ് ബദാമും അണ്ടിപ്പരിപ്പും, അതും കുറച്ചുണ്ടായിരുന്നു. പിന്നെ ചെറുപഴമല്ലേ അതും, പിന്നെ കുറച്ച് അവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിൽ മിൽക്കിന് എല്ലാ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, ഉള്ളത് വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ബൂസ്റ്റും കാര്യങ്ങളൊക്കെ അതിലേക്ക് ചേർക്കില്ല, അതൊന്നുമില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ചെറുപഴമൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അത് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിങ്ങനെ അരിഞ്ഞെടുത്തു, പിന്നെ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചെടുത്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ അരിഞ്ഞിട്ട് ഒരു പാത്രത്തേക്ക് ആക്കി കൊടുത്തു. ഇനി പാൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ പാൽ ഇരിപ്പുണ്ട്. സൊസൈറ്റിയിൽ നിന്ന് കൊടുന്ന പാലാകൊണ്ട് വലിയ കട്ടിയൊന്നും ഇല്ലാത്ത പാലാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അവിൽ കുറച്ച് ദിവസം മുന്നേ കൊടുന്ന അവിലാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കാറുണ്ട്, തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതിക്ക് ഞാനത് അവിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിക്ക് പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചോറും കൂട്ടാനും ഉപ്പേരി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികൾക്ക് എപ്പോഴും വെറൈറ്റിയാണ് കേട്ടോ വേണ്ടത്. എന്താ ഉള്ളതെന്ന് ഇങ്ങനെ ചോദിച്ച് നിൽക്കും. എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചിങ്ങനെ നടക്കും കേട്ടോ. അനും പൊന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പഴം എന്തായാലും ഇരിക്കുകയാണ്, പിന്നെ അവിലുണ്ട്, പാലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. ഇനി ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും ചോദിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. പിന്നെ നമുക്ക് ഏത് സമയം നോക്കിയാലും അവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കും കേട്ടോ. അങ്ങനെയാണ് അവർ രണ്ടാളും. അങ്ങനെ അതൊക്കെ പഴം ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ പാലും പഴമൊക്കെ ചേർത്തിട്ട് കുറച്ചും കൂടെ നീട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടനും വാവയും അവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ ഉള്ളതും കൂടെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരെന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അവിൽ മിൽക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് തട്ടിക്കൂട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.